ഹലോ, നിങ്ങൾ ആബാനൂർ വ്യൂ പോയിന്റ് കേട്ടിട്ടുണ്ടോ? ഞാൻ തന്നെ ഈ സ്ഥലത്തിനെ കുറിച്ച് അറിഞ്ഞത് ഇൻസ്റ്റയിൽ നിന്നാണ് കേട്ടോ. ഇൻസ്റ്റയിൽ ഭയങ്കര ഹൈപ്പ് കിട്ടിയ ഒരു സ്ഥലമായിരുന്നു ഇത്. ഫുൾ ടൈം ഇവിടെ കോട ഇറങ്ങുന്നവരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് കേട്ടപ്പോൾ ഞാനും ഷാബാസും കൂടെ ഇവിടെ ഒന്ന് കാണാമെന്ന് കരുതിയിട്ട് ഞങ്ങളും പോയി. ഈ വ്യൂ പോയിന്റ് വരുന്നത് അട്ടപ്പാടിയിലാണ് കേട്ടോ. അങ്ങനെ ഞാനും എൻ്റെ ഫ്രണ്ട് ഷാബാസും കൂടെ ഈ സ്ഥലം കാണാൻ വേണ്ടി പോയി. ആ ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഞാൻ ഇന്നിവിടെ നിങ്ങൾക്ക് മുമ്പിൽ ഷെയർ ചെയ്യുന്നത്. ഇവിടെ എത്താൻ നമ്മൾ കുറച്ച് നേരം നടക്കണം കേട്ടോ. ആ നടത്തം നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. നമ്മുടെ മസനഗുഡി വഴി ഊട്ടി പോകുന്നത് പോലത്തെ ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. കാരണം ഈ ഏരിയ ഫുള്ളായിട്ട് ട്രൈബൽ ഏരിയയാണ്, ട്രൈബൽ കോളനീൻ്റെ അടുത്തുള്ള ഒരു ഏരിയയാണ്. അതുകൊണ്ട് തന്നെ കാടും ഒക്കെ നിറഞ്ഞൊരു സ്ഥലം തന്നെയാണ്. ചെറിയ ചെറിയ പൊന്തക്കാടിൻ്റെ ഉള്ളിൽ കൂടിയൊക്കെ വേണം ഇവിടെ എത്താൻ വേണ്ടി നമ്മൾ പോകാൻ. വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, ചുറ്റോടും പൊന്തക്കാടിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെയാണ് ഞങ്ങൾ നടന്നു പോണത്. ഫുൾ ടൈം കോട ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടൊക്കെയാണ് ഞങ്ങളവിടെ പോയത്. ബട്ട് ഭാഗ്യം ഉണ്ടായില്ല, ഞങ്ങൾക്ക് അതൊന്നും കാണാൻ പറ്റിയില്ല. കാരണം നല്ല മഴക്കാറായിരുന്നു ഞങ്ങൾ ചെന്ന സമയത്തൊക്കെ. എന്നാലും കുഴപ്പമുണ്ടായില്ല, ഞങ്ങൾ അവിടുത്തെ വ്യൂ പോയിന്റ് കാണാൻ ഞങ്ങൾ തീരുമാനിച്ച്. കണ്ടതും മക്കളെ ഒന്നും പറയാല്ല, അത്രയും അടിപൊളി സ്ഥലമായിരുന്നു. നിങ്ങൾക്ക് എന്തായാലും ഈ സ്ഥലം ഒന്ന് പോയി കാണുന്നതാണ്. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ ആവും, ഉറപ്പാണ്. ഈ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കുക. തീർച്ചയായിട്ടും ഞാൻ ഉറപ്പ് പറയുന്നു, നിങ്ങൾക്ക് ഈ സ്ഥലം ഇഷ്ടമാവും. പോകാൻ ആഗ്രഹമുള്ളവർ എന്തായാലും മിസ് ചെയ്യാതെ പോവുക. മസ്റ്റ് സീ പ്ലേസ് തന്നെയാണ്. പിന്നെ പോകുമ്പോൾ ഒരു കാര്യം കൂടെ, ഈ ഫോറസ്റ്റ് ഏരിയയാണ്, ഫോറസ്റ്റ് ഗാർഡ്സും ഒക്കെ ഉണ്ടാകും. അപ്പോൾ ശ്രദ്ധിച്ച് പോവുക, പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത്. പിന്നെ പ്ലാസ്റ്റിക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കുക, അവിടെ ഇവിടെ ഇട്ടിട്ട് പോരരുത്. പിന്നെ പറഞ്ഞ പോലെ ഫോറസ്റ്റാണ്, മൃഗങ്ങളുണ്ടാകും, ശ്രദ്ധിക്കുക. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങളുടെ അകമറിഞ്ഞ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ.